നമസ്കാരം പ്രിയമുള്ളവർ, ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്കെല്ലാം മാന്യ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുകയാണ്. ഇറാനിൽ നിന്നുള്ള വാർത്തയാണ്. ഇറാനിൽ യുദ്ധം നടക്കുന്നു, ഇസ്രയേലുമായിട്ടുള്ള യുദ്ധം നടക്കുന്നു. ഇറാനിലെ യഹൂദന്മാരെക്കുറിച്ചുള്ള വാർത്ത, ഇറാനിൽ യഹൂദന്മാർ ഉണ്ട് എന്നുള്ള വാർത്ത നമുക്കൊക്കെ ഒരല്പം അത്ഭുതത്തിന് കാരണമായിരിക്കാം. ഇറാനിൽ യഹൂദന്മാരുണ്ട്. ടെഹ്റാനിലും മറ്റും പാർക്കുന്ന, സിറ്റിയിൽ പാർക്കുന്ന യഹൂദന്മാരുണ്ട്. ഒരു വിധത്തിൽ പറഞ്ഞാൽ നൂറ്റാണ്ടുകളായിട്ട്, സഹസ്രാബ്ദങ്ങളായിട്ട് ഇറാനിൽ താമസിക്കുന്ന യഹൂദന്മാരുണ്ട്. ഈ ഇസ്രായേൽ രാജ്യം സ്ഥാപിക്കപ്പെട്ടതിനൊക്കെ ശേഷം ഒത്തിരി യഹൂദന്മാർ ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോയെങ്കിലും ഇന്നും മടങ്ങിപ്പോകാതെ ഇറാനെ അവരുടെ സ്വന്തം രാജ്യമായി കണ്ട് ഇറാനെ വിട്ടുപോകുവാൻ മനസ്സില്ലാതെ അവരുടെ ആ ഒരു ബന്ധം, ആ ദേശവുമായിട്ടുള്ള ബന്ധം അത്ര ആഴത്തിലുള്ളതായതുകൊണ്ട് അവിടെ ഇന്നും പിടിച്ചു നിൽക്കുന്ന യഹൂദന്മാർ ഇറാനിലുണ്ട്. പെട്ടെന്നൊരു ചോദ്യമുണ്ടാകും, ഇങ്ങനെ ഇറാനും ഇസ്രായേലും തമ്മിൽ വലിയ കഠിനമാകുന്ന യുദ്ധം നടക്കുമ്പോൾ ഈ ഇറാനിലെ യഹൂദന്മാരുടെ സ്ഥിതി എന്തായിരിക്കും? വലിയൊരു കോൺഫ്ലിക്റ്റ് അല്ലേ? ഈ യഹൂദന്മാർ ആക്രമിക്കപ്പെടുന്നുണ്ടോ, പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമായിരിക്കും. ഏതാണ്ട് 15,000-ഓളം അടുത്ത യഹൂദന്മാർ, 15,000 യഹൂദന്മാർ ഇറാനിൽ, പ്രത്യേകിച്ചും ടെഹ്റാൻ പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ യഹൂദന്മാർ താമസിക്കുന്നത് ടെഹ്റാൻ പട്ടണത്തിലാണ്. അതായത് നമുക്കറിയാം, വേദപുസ്തക കാലഘട്ടത്തിൽ പേർഷ്യൻ രാജാവായിരുന്ന അഹശ്വേരോശ് രാജാവിൻ്റെ കാലത്ത് എസ്തേറിൻ്റെ പുസ്തകത്തിൽ പറയുന്ന ചരിത്ര സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ പേർഷ്യയിൽ, ഈ ഇറാനിൽ ലക്ഷക്കണക്കിന് യഹൂദന്മാരുണ്ടായിരുന്നു. യഹൂദന്മാരുടെ വലിയ സാന്നിധ്യമുള്ള ഒരു രാഷ്ട്രമായിരുന്നു അന്നത്തെ മേദ്യഭാർഷ്യ സാമ്രാജ്യം, അഹശ്വേരോശ് രാജാവായി ഭരിച്ച സാമ്രാജ്യം. ആ കാലഘട്ടം മുതൽ തന്നെ ഇറാനിൽ യഹൂദന്മാരുടെ പ്രസൻസ് ഉണ്ട്. എന്ന് മാത്രമല്ല, നമുക്കറിയാം എസ്തേറിൻ്റെ പുസ്തകത്തിൽ തന്നെ യഹൂദന്മാരെ വംശഹത്യ ചെയ്യുവാനുള്ള ഒരു പ്രത്യേക ഗൂഢാലോചനയും അതിനെതിരെയുള്ള മൊർദെഖായിയുടെയും എസ്തേറിൻ്റെയും പ്രവർത്തനങ്ങളും പ്രാർത്ഥനയും അതിലൂടെ കിട്ടിയ വിജയവും അതിനെ അനുസ്മരിക്കുവാൻ പൂരീം എന്ന് പറയുന്ന ഒരു പുതിയ ഉത്സവമൊക്കെ സ്ഥാപിക്കപ്പെട്ട കഥയാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ഈ എസ്തേറിൻ്റെ പുസ്തകത്തിൽ അഹശ്വേരോശിൻ്റെ രാജധാനിയായി അറിയപ്പെട്ട ശൂഷൻ പട്ടണം സത്യത്തിൽ ഇറാൻ്റെ സദേൺ സൈഡിലുള്ള ഇറാഖിനോട് ചേർന്ന ഒരു ഭാഗത്തുള്ള ഒരു സ്ഥലമാണ് ഈ ശൂഷൻ പട്ടണമെന്ന് പറയുന്നതിന്. അന്നത്തെ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റലായിരുന്നു ഈ പറഞ്ഞ ശൂഷൻ പട്ടണം എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടം മുതൽ തന്നെ യഹൂദന്മാരുടെ വലിയ പ്രസൻസ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് പേർഷ്യ. എന്നാൽ ഈ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടതിനൊക്കെ ശേഷം 1979 ഖൊമേനി ഭരണം വന്നതിന് ശേഷം ഒത്തിരി യഹൂദന്മാർ അവരുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി. പക്ഷേ ഇപ്പോഴും ആ രാജ്യത്തെ സ്വന്തം രാജ്യമായി കാണുന്ന 15,000-ഓളം യഹൂദന്മാർ ടെഹ്റാനിലും മറ്റു പട്ടണങ്ങളുമായിട്ട് പാർക്കുന്നുണ്ട്. ഇവർക്ക് ഉള്ള പാസ്പോർട്ട് ഇറാൻ്റെ പാസ്പോർട്ടാണ്. ആ പാസ്പോർട്ടിൽ പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട്, അതായത് ഇസ്രായേൽ എന്നല്ല, ഓക്യുപ്പൈഡ് പാലസ്തീൻ, അതായത് ഇസ്രായേൽ അധിനിവേശം നടത്തിയിരിക്കുന്ന പാലസ്തീനിലേക്ക് ഈ പാസ്പോർട്ട് ഉപയോഗിച്ച് സഞ്ചരിക്കാൻ പറ്റുകയില്ല എന്നുള്ള ഒരു രേഖപ്പെടുത്തലോടുകൂടിയാണ് ഇറാൻ്റെ പാസ്പോർട്ട് ഈ യഹൂദന്മാരുടെ കയ്യിലിരിക്കുന്നത്. ആ യഹൂദന്മാർ ഇറാൻ വിട്ടുപോകുവാൻ ആഗ്രഹിക്കുന്നവരല്ല, അവിടെ തന്നെ പാർക്കുന്നവർ. അതിനകത്ത് ഇറാൻ്റെ പാർലമെൻറ്റ് അംഗമായിട്ടുള്ള ആളുണ്ട്. ഇറാൻ്റെ പാർലമെൻറ്റ് സിസ്റ്റത്തിൽ യഹൂദന്മാർക്ക് ഒരു നിർബന്ധിത ഒരു അംഗത്വമുണ്ട്. ഒരു അംഗത്തിൻ്റെ ഒരു റിസർവ്ഡ് സീറ്റുണ്ട്, അതായത് ഒരു യഹൂദന് റിസർവ് ചെയ്ത സീറ്റുണ്ട്. അങ്ങനെ ഒരു യഹൂദനായ MP ഇറാൻ്റെ പാർലമെൻറ്റിലുണ്ട്. ഇപ്പോൾ ഈ ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് ഒക്കെ നടക്കുമ്പോൾ, വലിയ യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ MP-യുടെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. അതായത് ഈ ഇസ്രായേൽ ചെയ്യുന്നത്, സയനിസ്റ്റുകൾ ചെയ്യുന്നത്, അതായത് ഈ ഇറാൻ്റെ ഒരു സ്റ്റാൻഡെന്ന് പറഞ്ഞാൽ, ഇന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന ഭരണകൂടം വളരെ രക്തദാഹികളാകുന്ന സയനിസ്റ്റ് ഭരണകൂടമാണ് എന്നുള്ള ഒരു പിക്ചറാണ് ഇറാനിലെല്ലാം പരക്കെ പ്രചരിക്കുന്നത്. അതുകൊണ്ട് ഈ യഹൂദ MP നടത്തിയ പ്രസ്താവന, ഇന്ന് സയനിസ്റ്റുകളാകുന്ന യഹൂദന്മാർ ചെയ്യുന്ന ഈ പ്രവർത്തനം, അതിനെ അദ്ദേഹം പാടെ നിരാകരിക്കുകയാണ്. മാത്രമല്ല, ചുട്ട മറുപടി കൊടുക്കണമെന്ന് ഇറാൻ സർക്കാരിനോട് ഇറാനിലുള്ള യഹൂദനാകുന്ന MP, പാർലമെൻറ്റ് അംഗം, അദ്ദേഹം നടത്തിയൊരു പ്രസ്താവന കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരുവാനിടയായിത്തീർന്നു. ശരിക്കും ഈ യഹൂദന്മാർ ഇറാനിൽ താമസിക്കുമ്പോൾ അവരവരുടെ രാഷ്ട്രമായി ഇറാനെ കാണുന്നത് കൊണ്ട്, അവരുടെ രാഷ്ട്രം യുദ്ധത്തിലായിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ അവർ പുറത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. ഈ ഖൊമേനി ഭരണകൂടം 1979 ഇറാനിൽ വന്നപ്പോൾ അന്ന് പുറപ്പെടുവിച്ചൊരു പ്രധാനപ്പെട്ട ഫത്വയായിരുന്നു ഇറാനിലെ യഹൂദന്മാരെ ആക്രമിക്കരുത്. അതിൻ്റെ കാരണമായിട്ട് അവർ പറയുന്നത്, പുറത്തുള്ള യഹൂദന്മാർ, അതായത് ഇസ്രായേൽ സ്ഥാപിച്ച യഹൂദന്മാർ, അവർ സയനിസ്റ്റുകളാണ്, അവരോട് മാത്രമാണ് നമുക്ക് എതിരെ. ഇവിടെയുള്ള യഹൂദന്മാർ സയനിസ്റ്റുകളല്ല,
അവിടെ മറ്റൊരു തരത്തിലുള്ള യഹൂദന്മാരാണ്, അവരെ ആക്രമിക്കരുത് എന്ന ഒരു ഫത്വ തന്നെ അന്നത്തെ ഖൊമേനി ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇറാനിലുള്ള യഹൂദന്മാർ അവരുടെ മതപരമാകുന്ന ചടങ്ങുകൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് ഫ്രീഡമുണ്ട്. പക്ഷേ പല സിവിൽ റൈറ്റ്സും അവർക്ക് നിഷേധിക്കപ്പെടുന്നു എന്നുള്ള വാർത്തയുണ്ട്. എന്നാൽ ആ യഹൂദന്മാർ ഇന്ന് ആയിരിക്കുന്ന സാഹചര്യം അവർക്ക് അവരുടെ തോറ പറയുന്നത് പോലെയൊന്നും ഒരു തീരുമാനമെടുക്കുവാൻ കഴിയാതെ ഇറാനിയൻ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട്, സയനിസ്റ്റ് യഹൂദന്മാർക്കെതിരെയുള്ള പ്രസ്താവനകൾ നടത്തുന്ന ഒരു നിലപാടിൽ നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇറാനിലെ ഇന്നത്തെ യഹൂദന്മാർ ആയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഓർമ്മ അതേ ശൂഷൻ രാജധാനിയിലേക്ക് പോകുകയാണ്. അഹശ്വേരോഷിൻ്റെ കാലത്ത്, മൊർദെഖായിയുടെ കാലത്ത്, അന്ന് യഹൂദന്മാരെ ഉന്മൂലനാശം ചെയ്യുവാൻ ഒരു വലിയ ഗൂഢപദ്ധതി ഹാമാൻ ഒരുക്കിയപ്പോൾ ദേശം മുഴുവൻ പ്രാർത്ഥിച്ചതുപോലെ ഈ കാലഘട്ടത്തിലും പേർഷ്യയിൽ മാത്രമല്ല ലോകം മുഴുവനുള്ള എല്ലാ വിഭാഗങ്ങളും, എല്ലാ പീപ്പിൾ ഗ്രൂപ്പ്സും സമാധാനം അനുഭവിപ്പാൻ ശക്തമായി പ്രാർത്ഥിക്കേണ്ട ഒരു കാലമാണെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.